ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ 3 പസഫിക് രാജ്യങ്ങളിലേക്ക് അതിവേഗത്തിലുള്ള ഒരു നയതന്ത്ര യാത്ര നടത്തി. ന്യൂസിലൻഡിലേക്ക് 40 വർഷത്തിനു ശേഷമുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചരിത്ര സന്ദർശനം. മാധ്യമങ്ങൾ ഇതിനെ വെറുമൊരു സൗഹൃദ സന്ദർശനമായി ആഘോഷിക്കുമ്പോൾ അണിയറയിൽ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു ആഗോള മാസ്റ്റർ പ്ലാൻ രൂപപ്പെടുകയായിരുന്നു. ചൈനയുടെ വിപണി കുത്തകയെ തകർക്കാനും ഇന്ത്യയെ ഒരു ആഗോള നിർമ്മാണ ഹബ്ബായി മാറ്റാനുമുള്ള ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഏറ്റവും വലിയ തന്ത്രമായിരുന്നു ഈ യാത്ര. ഇന്തോനേഷ്യയിലെ പുതിയ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോവുമായി നടത്തിയ ചർച്ചകളിൽ ഇന്ത്യ ലക്ഷ്യമിട്ടത് ഇന്തോനേഷ്യയുടെ കൈവശമുള്ള നിക്കൽ നിക്ഷേപമാണ്. ലോകത്തിലെ നിക്കൽ നിക്ഷേപത്തിന്റെ 21% ഇവരുടെ പക്കലാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ നിർമ്മിക്കാൻ നിക്കൽ അത്യാവശ്യമാണ്. ചൈനയെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ EV വിപ്ലവം സാധ്യമാക്കാൻ ഈ കരാർ ഇന്ത്യയെ സഹായിക്കും. രണ്ടാമത്, ഓസ്ട്രേലിയയിലെത്തിയ മോദി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി ചേർന്ന് നിർണായക സിവിൽ ആണവ കരാറും ക്രിട്ടിക്കൽ മിനറൽസ് പങ്കാളിത്തവും ഉറപ്പിച്ചു. മൊബൈൽ ചിപ്പുകൾക്കും സെമി കണ്ടക്ടറുകൾക്കും ആവശ്യമായ ലിഥിയം, ആണവോർജ്ജത്തിന് ആവശ്യമായ യുറേനിയം എന്നിവ നേരിട്ട് ഇന്ത്യയിലെത്തിക്കാൻ ഈ സന്ദർശനം വഴി തുറക്കും. ഒടുവിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി കൂടിക്കാഴ്ച നടത്തി. ഡിഫൻസ്, സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി, ആധുനിക അഗ്രിടെക് എന്നിവയിൽ കൈകോർത്ത് ഇരു രാജ്യങ്ങളും 2030 ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനും ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും തീരുമാനിച്ചു. 2047 വികസിത ഭാരതമാകാൻ കുതിക്കുന്ന ഇന്ത്യയിലെ ഫാക്ടറികൾക്കും വ്യവസായങ്ങൾക്കും ഇനി 24 മണിക്കൂറും തടസ്സമില്ലാത്ത വൈദ്യുതിയും അസംസ്കൃത വസ്തുക്കളും ലഭിക്കും. ഇന്തോനേഷ്യയുടെ നിക്കലും ഓസ്ട്രേലിയയുടെ ലിഥിയവും യുറേനിയവും ന്യൂസിലൻഡിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ചേരുമ്പോൾ ഇന്ത്യ ഒരു ആഗോള നിർമ്മാണ ശക്തിയായി മാറും. ആഗോള വിപണിയിൽ ചൈനയുടെ കുത്തക അവസാനിപ്പിച്ച് സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പ് ഇനി ആർക്കും തടയാനാകില്ല. അതാണ് പസഫിക് തീരത്ത് നിന്ന് മോദി എഴുതി ചേർത്ത പുതിയ ചരിത്രം.